പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലേക്ക് KSU നടത്തിയ മാർച്ച് സംഘർഷഭരിതമായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു എന്നതാണ്. തിരുവനന്തപുരത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലേക്കാണ് KSU മാർച്ച് നടത്തിയത്. KSU പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറേറ്റിലേക്ക് KSU പ്രവർത്തകരാണ് മാർച്ച് നടത്തിയത്. ഈ മാർച്ചിലാണ് സംഘർഷമുണ്ടാകുകയും തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തത്. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? മാർച്ച് അവസാനിച്ചോ? ഇപ്പോഴും അതുപോലെ തന്നെ തുടരുകയാണോ? ജലപീരങ്കി പ്രയോഗം എത്ര തവണയുണ്ടായി? മോദി മാർച്ച് തുടരുകയാണ്. മൂന്നാം തവണയും ജലപീരങ്കി KSU പ്രവർത്തകർ നേരെ ഉപയോഗിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ സമാധാനപരമായാണ് സമരം മുന്നോട്ട് പോയത്. M. ലിജു പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെയാണ് ഇവർ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് മറികടക്കാൻ ശ്രമിച്ചത്. അപ്പോഴാണ് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചത്. രണ്ടാം തവണ വലിയ തരത്തിൽ ജലപീരങ്കി ഉപയോഗിച്ചു. പ്രതിഷേധക്കാർ തെറിച്ചു വീഴുന്ന തരത്തിൽ അതിശക്തിയായാണ് ജലപീരങ്കി ഉപയോഗിച്ചത്. മൂന്നാം തവണ ജലപീരങ്കി ഉപയോഗിക്കാൻ സൈറൻ മുഴക്കിയെങ്കിലും ജലപീരങ്കി ഉപയോഗിച്ചിട്ടില്ല. നിലവിൽ സംഘർഷഭരിതമാണ്. പ്രതിഷേധക്കാർ മൂന്നാം തവണയും ജലപീരങ്കി ഉപയോഗിച്ചിരിക്കുകയാണ്. പ്രതിഷേധക്കാർ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടാണ് KSU പ്രവർത്തകർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. പല തവണയായി പോലീസ് ഇവർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോഴിതാ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നു എന്ന് രാഹുൽ ജി നാഥ് വിവരങ്ങൾ നൽകുന്നു.